നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. തൽക്കാലം അവരുടെ പേരിൽ പ്രോപ്പർട്ടി എഴുതി വെക്കുന്നു മാത്രമേ ഉള്ളൂ. നിലവിലുള്ളതിന്റെ നടത്തിപ്പിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. പക്ഷേ ആ പ്രോപ്പർട്ടി എന്നുള്ള ലാഭം മുഴുവനും ആ കുട്ടികളുടെ പേരിലുള്ള ഒരു അക്കൗണ്ടിലേക്കായിരിക്കും പോകുന്നത്. ഇതാണ് എന്റെ കുഞ്ഞ്. അത് പറ്റില്ല. അതൊക്കെ കൂടുതൽ പ്രശ്നമാവും. എന്തു പ്രശ്നം? അർച്ചനയുടെ കയ്യിൽ നിന്ന് അയാൾ ആ കുഞ്ഞിനെ തിരിച്ചു വാങ്ങിച്ചുകൊണ്ട് പോകുന്നതോടുകൂടി എല്ലാ പ്രശ്നവും തീരും. മൂർത്തി, എത്രയും പെട്ടെന്ന് അയാളെ കണ്ടുപിടിക്കണം. അത് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അതിന് നീ എന്തിനാ എത്രയ്ക്ക് ദേഷ്യപ്പെടുന്നേ? സോറി, ഞാൻ ദേഷ്യപ്പെട്ടതല്ല. എന്റെ ടെൻഷൻ കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇനിയും ശിവരാമന്റെ പിന്നാലെ ഒന്നും പോണ്ട. അല്ലെങ്കിൽ തന്നെ അയാൾ എവിടെ പോയി തരാനാ? പകരം നീ എനിക്ക് ഞാൻ പറയുന്നത് ചെയ്തു തന്നാ മതി. എന്താ, നിനക്ക് പറ്റില്ലേ? എങ്കി പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അതിനെ കൊല്ലണം. ആ കുഞ്ഞിന്റെ ശവം കണ്ട് അർച്ചന തല തല്ലി കരയണം. അതെനിക്ക് കാണണം. എങ്കിൽ കാത്തിരുന്നോ, അധികം താമസിക്കാതെ അത് സംഭവിച്ചിരിക്കും. മൂർത്തി, മനസ്സിലായി. അതിനെ തീർക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഇപ്പൊ സന്തോഷമായില്ലേ? മതി, എനിക്ക് നിന്റെ ഈ ഉറപ്പ് മതി. എങ്കിൽ ധൈര്യമായിട്ട് പൊയ്ക്കോ. ഇന്നേക്ക് 7 ദിവസത്തിനുള്ളിൽ നീ ആഗ്രഹിക്കുന്നത് പോലെ അർച്ചനയുടെ കുഞ്ഞു മരിച്ചിരിക്കും. രക്ഷപ്പെട്ടു. ഇനി ആ കുഞ്ഞിന്റെ കാര്യം അവൻ നോക്കിക്കോളും. എല്ലാം ഡ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ കുറച്ച് ലേറ്റായി. അകത്തേക്ക് വരൂ. ഓക്കെ സാർ. ഇരിക്കേ. പീരുമേട്ടിലെ തോട്ടവും മൂന്നാറിലെ ഫാം ഹൗസും അർച്ചനയുടെ കുഞ്ഞിന്റെ പേരിലേക്കും പൊന്മൂടിലെ റിസോർട്ടും ചില പ്രോപ്പർട്ടീസും ആതിരയുടെ കുഞ്ഞിന്റെ പേരിലേക്കാണ് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ വായിച്ചു നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാം. അർച്ചനയുടെയും ആതിരയുടെയും കുട്ടികളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാനുള്ള പ്രോപ്പർട്ടിയുടെ ഡ്രാഫ്റ്റായത്. നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. കൊടുക്ക. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇതിലിപ്പം പ്രത്യേകിച്ച് എന്താ അഭിപ്രായം പറയാൻ അച്ഛാ? അച്ഛന്റെ തീരുമാനത്തില് ഞങ്ങൾക്കാർക്കും ഒരു എതിരുമില്ല. ഇത്ര വേഗത വേണമായിരുന്നു എന്നൊരു സംശയം മാത്രമേ ഉള്ളൂ. സച്ചേട്ടന്റെ അഭിപ്രായം തന്നെയാണ് എനിക്കും. അവര് ചെറിയ കുട്ടികളല്ലേ. അതിനെന്താ കുഴപ്പം? തൽക്കാലം അവരുടെ പേരിൽ പ്രോപ്പർട്ടി എഴുതി വെക്കുന്നു മാത്രമേ ഉള്ളൂ. നിലവിലുള്ളതിന്റെ നടത്തിപ്പിൽ ഒരു മാറ്റം ഉണ്ടാവില്ല.
പക്ഷേ ആ പ്രോപ്പർട്ടി എന്നുള്ള ലാഭം മുഴുവനും ആ കുട്ടികളുടെ പേരിലുള്ള ഒരു അക്കൗണ്ടിലേക്കായിരിക്കും പോകുന്നത്. ഓ അത് ശരി. അപ്പൊ അതാണ് പ്ലാൻ. ലാഭം മുഴുവൻ കുട്ടികളുടെ അക്കൗണ്ടിലേക്ക്. പ്രായപൂർത്തിയായി കഴിയുമ്പോഴേക്കും രണ്ടുപേരും കോടീശ്വരികൾ. ഇത് ഞാൻ സമ്മതിക്കില്ല. എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ നമുക്ക് ഇനിയും ചേർക്കാവുന്നേ ഉള്ളൂ. എല്ലാം അച്ഛൻ പറയുന്ന പോലെ ചെയ്താൽ മതി. കൊടുക്കുന്നത് കുറഞ്ഞു പോയോ എന്ന സംശയം മാത്രമേ ഉള്ളൂ എനിക്ക്. രണ്ടുപേരും നമ്മുടെ കുട്ടികളല്ല അച്ഛാ. എത്ര കൊടുത്താലും ഒരു കുഴപ്പമില്ല. അത് ശരി. അപ്പൊ വാരിക്കോരി കൊടുക്കാനാണ് പ്ലാൻ. ഇത് ഞാൻ ശരിയാക്കി തരാം. ഇതിന് പറ്റിയത് സ്നേഹയാണ്. അപ്പോ ഇങ്ങനെ തന്നെ രജിസ്റ്റർ ചെയ്യാലോ അല്ലേ? നന്ദ, നീ അതൊന്നുകൂടി വായിച്ചു നോക്ക്. ലീഗൽ പോയിന്റ്സ് എല്ലാം കറക്റ്റാണ്. ഇനി പ്രോപ്പർട്ടിയുടെ മറ്റ് ഡീറ്റെയിൽസും കൂടി ചേർത്താൽ മതി. എന്തായാലും നന്ദൻ ഒന്ന് വായിച്ചു നോക്ക്. ആ ആ കുഞ്ഞിനെ എങ്ങനെ കിട്ടിയെന്ന് ആർക്കറിയാം? അപ്പോ പ്രസവിക്കാതെ അവർക്കൊരു കുഞ്ഞിനെ കിട്ടിയല്ലേ? ദത്തെടുത്തതാണെങ്കിലും ആ കുഞ്ഞ് നെല്ലിശ്ശേരിയിലാ വളരുന്നത്. അത് മറക്കണ്ട. അതിന് നിയമപരമായ അർച്ചനെടുത്ത് ആ കുഞ്ഞിനെ ദത്തെടുത്തിട്ടില്ലല്ലോ. എവിടുന്നോ കിട്ടിയൊരു കുഞ്ഞിനെ വളർത്താൻ വേണ്ടി അവരിങ്ങോട്ട് കൊണ്ടുവന്നു. എത്ര കാലം അവര് വളർത്തുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. താനാ കുഞ്ഞിനെ കണ്ടോ? ഞാൻ അതിനെ നോക്കിയത് പോലുമില്ല. ഒരു ഡ്രൈവറുടെ കുഞ്ഞിനോട് ഞാൻ എന്തിനു സിമ്പതി കാണിക്കണം? ഞാൻ പിന്നെ വിളിക്കാം. നീ ഇങ്ങനെ കൂട്ടുകാരോട് വീഡിയോ കോളിൽ സംസാരിച്ചുകൊണ്ട് ഇതിനകത്ത് തന്നെ ഇങ്ങനെ അടച്ചിരുന്നോ? പുറത്ത് നടക്കുന്നവല്ലോ അറിയുന്നുണ്ടോ? അതിനിപ്പോ പുതുതായിട്ട് എന്താ അറിയാനുള്ളത്? നിന്റെ അച്ഛൻ അഡ്വക്കേറ്റിനെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. നീ അറിഞ്ഞില്ലേ? നെല്ലിശ്ശേരിയിലെ സ്വത്തിന്റെ വലിയൊരു പങ്ക് ആ ഡ്രൈവറിന്റെ കൊച്ചിന്റെ പേരിൽ എഴുതി കൊടുക്കാൻ പോവാന്ന് നിന്റെ അച്ഛൻ. സംശയിക്കണ്ട, അർച്ചനയുടെ വളർത്തുപുത്രിക്ക് നിന്റെ അച്ഛന്റെ വക സമ്മാനം. ആതിരയുടെ കുട്ടിയുടെ പേരിൽ സ്വത്തുക്കൾ എഴുതി വെക്കുന്നത് മനസ്സിലാക്കാം. പക്ഷേ അർച്ചനയുടെ ദത്തുപുത്രിയുടെ പേരിൽ എന്തിനാ ഇപ്പൊ ഈ സ്വത്തുക്കളൊക്കെ എഴുതി വെക്കുന്നത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.